കോൺഗ്രസ് നേതൃത്വവുമായി ഡോക്ടർ ശശി തരൂർ MP ഇടഞ്ഞു തന്നെ. പാർട്ടിക്ക് തന്നെ വേണ്ടെങ്കിൽ തനിക്ക് മുന്നിൽ മറ്റു വഴികളുണ്ട് എന്ന് തരൂർ ഇംഗ്ലീഷ് മാധ്യമത്തോട് പറഞ്ഞു. പരിശ്രമിച്ചില്ലെങ്കിൽ കേരളത്തിൽ മൂന്നാമത്തെ തവണയും കോൺഗ്രസിന് പ്രതിപക്ഷത്തിരിക്കേണ്ടി വരും. കേരളത്തിൽ കോൺഗ്രസിന് മികച്ച നേതൃത്വമില്ല എന്ന് പ്രവർത്തകർക്ക് ആശങ്കയുണ്ടെന്നും ശശി തരൂർ തുറന്നു പറഞ്ഞു. ഡൽഹിയിൽ നിന്ന് വിനീത വിജി വിവരങ്ങളുമായി ചേർന്നു. വിനീത, ഇക്കാലം അത്രയും പറഞ്ഞു കേട്ട സ്റ്റാർട്ടപ്പ് എക്കോ സിസ്റ്റം മുതൽ കേരളത്തിൻ്റെ മുന്നേറ്റം, അതിൻ്റെ കണക്കുകൾ, അതിൻ്റെ ഡേറ്റ, വികസനത്തിന് രാഷ്ട്രീയമില്ല തുടങ്ങിയ സംസാരങ്ങൾ ഒന്നുമല്ല. ഇതിപ്പോൾ അദ്ദേഹം പറയുന്നത് എനിക്ക് മറ്റു വഴിയുണ്ട് എന്ന് പറയുന്നത് അദ്ദേഹം എന്തോ മനസ്സിൽ ഉറപ്പിച്ചിട്ടാണെന്ന് തോന്നുന്നു. വിനീത. തീർച്ചയായും ഹാഷ്മി, നിലപാടിൽ ഉറച്ചു തന്നെയാണ് ശശി തരൂർ എന്ന് തന്നെ നമുക്ക് പറയാം. കാരണം ഈ ലേഖന വിവാദവുമൊക്കെയായി ബന്ധപ്പെട്ട ഡൽഹിയിലേക്ക് എത്തുകയും ദേശീയ നേതൃത്വവുമായി ഒക്കെ അദ്ദേഹം കൂടിക്കാഴ്ചയൊക്കെ നടത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിന് പിന്നാലെയാണ് ചില വിശദീകരണങ്ങളും ഒപ്പം തന്നെ അദ്ദേഹത്തിന്റെ ചില അതൃപ്തിയും ഉൾപ്പെടെ അദ്ദേഹം ഈ പോഡ്കാസ്റ്റിൽ സൂചിപ്പിച്ചിരിക്കുന്നതിൽ ഏറ്റവും പ്രധാനമായി അദ്ദേഹം ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത് പാർട്ടിക്ക് തന്നെ വേണ്ടെങ്കിൽ തനിക്ക് മുന്നിൽ മറ്റു വഴികളുണ്ടെന്നാണ് ശശി തരൂർ ആ പോഡ്കാസ്റ്റിൽ പറയുന്നത്. ഇംഗ്ലീഷ് മാധ്യമത്തിന്റെ മലയാളം പോഡ്കാസ്റ്റിലാണ് ശശി തരൂരിന്റെ പ്രതികരണം വന്നിട്ടുള്ളത്. ഒപ്പം തന്നെ ഈ വോട്ട് ബാങ്കിന് അപ്പുറത്തേക്ക് ജനങ്ങളുടെ വോട്ട് നേടാൻ കഴിയണം, അതാണ് വേണ്ടതെന്നും അദ്ദേഹം പറയുന്നുണ്ട്. പക്ഷേ തനിക്ക് അതിന് കഴിയുമെന്നും ശശി തരൂർ വ്യക്തമാക്കുകയാണ്. കോൺഗ്രസ് പരിശ്രമിച്ചില്ലെങ്കിൽ കേരളത്തിൽ മൂന്നാം തവണയും പ്രതിപക്ഷത്തിരിക്കേണ്ടി വരുമെന്നും ശശി തരൂർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ഈ പോഡ്കാസ്റ്റിൽ. സ്വന്തം വോട്ടുകൾ കൊണ്ട് മാത്രം കോൺഗ്രസിന് തെരഞ്ഞെടുപ്പ് ജയിക്കാൻ കഴിയില്ല. കോൺഗ്രസിനെ എതിർക്കുന്നവർ പോലും തനിക്ക് വോട്ട് ചെയ്യുന്നുണ്ട് എന്ന് അദ്ദേഹം പറയുകയാണ്. തന്റെ സംസാരവും പെരുമാറ്റവും ഒക്കെ തന്നെ ജനങ്ങൾക്കിഷ്ടം, താൻ ജനപ്രിയനായിട്ടുള്ളൊരു നേതാവാണെന്ന് തന്നെയാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. ഒപ്പം തന്നെ കേരളത്തിൽ കോൺഗ്രസിന് മികച്ച ഒരു നേതൃത്വമില്ല എന്നും അദ്ദേഹം പറയുന്നുണ്ട്. ഇതിൽ പ്രവർത്തകർക്ക് വലിയ ആശങ്കയുണ്ടെന്നും ശശി തരൂർ വ്യക്തമാക്കുകയാണ്. നേരത്തെ തന്നെ ഈ സംസ്ഥാന തലത്തിൽ ശശി തരൂരിന് വേണ്ട പരിഗണന ലഭിക്കുന്നില്ല, ചില ചർച്ചകളിൽ പോലും അദ്ദേഹത്തെ വിളിക്കുന്നില്ല, പല കാര്യങ്ങളും അദ്ദേഹത്തോടു കൂടി സംസാരിക്കാതെ സംസ്ഥാന നേതൃത്വം തീരുമാനമെടുക്കുന്നു. ഇങ്ങനെയുള്ള പല കാര്യങ്ങളൊക്കെ നേരത്തെ തന്നെ ശശി തരൂർ മുന്നോട്ട് വച്ചിട്ടുണ്ടായിരുന്നതാണ്. പിന്നീട് ഇത് ഈ ദേശീയ നേതൃത്വമൊക്കെയായി ഹൈക്കമാൻഡുമൊക്കെയായി നടത്തിയ കൂടിക്കാഴ്ചയിലും അത്തരം കാര്യങ്ങളൊക്കെ തന്നെ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ നിലവിൽ ഒരു തെരഞ്ഞെടുപ്പ് കൂടി ഇരിക്കുന്ന പശ്ചാത്തലത്തിൽ അത്തരം വലിയ വിവാദങ്ങളിലേക്ക് പോകണ്ട എന്ന AICC നിർദ്ദേശം നൽകിയതായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതിന് പിന്നാലെയാണ് വീണ്ടും ശശി തരൂർ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അതേ നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുന്നത്. അദ്ദേഹം ഇപ്പോഴും ഒരു അതൃപ്തി അദ്ദേഹത്തിന് ഇപ്പോഴും ഉണ്ടെന്ന് തന്നെയാണ് നമുക്ക് അദ്ദേഹത്തിന്റെ ആ പ്രതികരണത്തിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. അത് തന്നെയാണ് അദ്ദേഹം അതിൽ സൂചിപ്പിക്കുന്നത്. പാർട്ടിക്ക് തന്നെ വേണ്ടെങ്കിൽ തനിക്ക് മുന്നിൽ മറ്റു വഴികളുണ്ടെന്ന് കൂടി അദ്ദേഹം ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ്. ഹാഷ്മി. വിനിത, രാഹുൽ ഗാന്ധിയുമായി കൂടിക്കാഴ്ച കഴിഞ്ഞതാണ്. അതിനുശേഷവും നിലപാടിൽ ഉറച്ചു തന്നെയാണ് എന്നത് പരോക്ഷമായി തന്നെ പറഞ്ഞതാണ്. എന്ന് പറഞ്ഞാൽ ഇക്കാലം അത്രയും വരികൾക്കിടയിലൂടെയാണ് തരൂർ പറഞ്ഞതെങ്കിൽ ഈ പോഡ്കാസ്റ്റ് മുതൽ സ്വാഭാവികമായി ഇതിൻ്റെ പ്രതികരണമാരായ മാധ്യമങ്ങൾ ഈ പോഡ്കാസ്റ്റ് മുതൽ കുറച്ചുകൂടി നേർക്കുനേർ ഏറ്റുമുട്ടലിലേക്കോ അല്ലെങ്കിൽ പാർട്ടിക്ക് പുറത്തേക്കാണോ എന്ന സംശയമൊക്കെ കുറച്ചുകൂടി ശക്തിപ്പെടുന്നുണ്ട് ഈ പ്രതികരണത്തോടെ. വിനീത. തീർച്ചയായും അങ്ങനെ തന്നെയാണ് ഹാഷ്മി. അതിൽ ഏറ്റവും പ്രധാനമായി പറയേണ്ടത് മുന്നോട്ട് വെച്ചിട്ടുള്ള പ്രശ്നങ്ങളിൽ പരിഹാരം കാണാൻ കഴിയില്ല എങ്കിൽ ഇനി താൻ തൻ്റെ വഴിക്ക് മുന്നോട്ട് പോകുമെന്നുള്ളത് തന്നെയാണ് ശശി തരൂർ അതിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. കാരണം നേരത്തെ തന്നെ ഈ ഹൈക്കമാൻഡുമൊക്കെയായി കൂടിക്കാഴ്ച നടത്തിയപ്പോൾ അദ്ദേഹത്തിന്റെ അതൃപ്തി കൂടി തുറന്നു പറയാൻ കഴിയുന്ന ഒരു സാഹചര്യമായിരുന്നു. ഉറപ്പായും അദ്ദേഹത്തിന്റെ പ്രശ്നങ്ങൾ, കേരളത്തിലെ സംസ്ഥാന നേതൃത്വത്തിൽ നിന്നൊക്കെ അദ്ദേഹത്തിന് നേരിടേണ്ടി വരുന്ന ബുദ്ധിമുട്ടുകൾ ഉൾപ്പെടെ അദ്ദേഹം രാഹുൽ ഗാന്ധിയുമായുള്ള കൂടിക്കാഴ്ചയിൽ സംസാരിച്ചു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അങ്ങനെ തന്നെയാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. പക്ഷേ അതിന് പിന്നാലെയും ഈ ഹൈക്കമാൻഡ് നിന്ന് പോലും ഒരു അനുകൂല നിലപാട് ഉണ്ടാകുന്നില്ല എന്നൊരു പക്ഷേ അദ്ദേഹത്തിന് തോന്നിയിട്ടുണ്ടാകണം. അക്കാര്യത്തിൽ ആ കൂടിക്കാഴ്ചയിലും അദ്ദേഹത്തിന് അതൃപ്തി തന്നെയാണുള്ളത്. അത് തന്നെയാണ് അദ്ദേഹം ഈ പോഡ്കാസ്റ്റിലും വ്യക്തമാക്കിയിരിക്കുന്നത്. അതുകൂടി കൊണ്ട് തന്നെയാണ് ഇനി തന്നെ പരിഗണിച്ചില്ല എങ്കിൽ, അതായത് തനിക്ക് കൃത്യമായിട്ടുള്ളൊരു പരിഗണന വേണമെന്നുള്ളത് തന്നെയാണ് ശശി തരൂരിന്റെ പ്രധാനപ്പെട്ട ആവശ്യം. അങ്ങനെ ഒരു പരിഗണന ഇനി ലഭിച്ചില്ല എങ്കിൽ തനിക്ക് മുന്നിൽ മറ്റു വഴികളുണ്ട്. ഇങ്ങനെ തഴയപ്പെട്ട് വീണ്ടും ഇതേ സ്ഥാനത്ത് മുന്നോട്ട് പോകാൻ താൻ തയ്യാറല്ല എന്നൊരു കടുത്ത തീരുമാനത്തിലേക്ക് കൂടി ശശി തരൂർ എത്തുകയാണ്. ഹാഷ്മി. രാഹുൽ ഗാന്ധിയുമായി സംസാരിച്ചു. രാഹുൽ ഗാന്ധിയുമായി താൻ അങ്ങോട്ട് ആവശ്യപ്പെട്ടു പോയി കണ്ട കൂടിക്കാഴ്ചയാണെന്ന് തരൂർ പറയുന്നുണ്ടായിരുന്നു. മറ്റാരുമായും ഇല്ലാതെ ഒറ്റയ്ക്ക് നിൽക്കുന്ന രാഹുലുമായി സംസാരിക്കണം എന്നതായിരുന്നു ആ കൂടിക്കാഴ്ചയുടെ ഉപാധി. അങ്ങനെ സംസാരിച്ചതിന് ശേഷം എനിക്കാരുമായി പ്രശ്നങ്ങളില്ല എന്നാണ് തരൂർ പറഞ്ഞതെങ്കിലും ആ കൂടിക്കാഴ്ചയിലും തരൂർ എന്താണോ ഉദ്ദേശിച്ചത് അത് നടന്നില്ല എന്നല്ലേ മനസ്സിലാക്കേണ്ടത് ഈ പ്രതികരണത്തിൽ. വിനിത. ഉറപ്പായും അങ്ങനെ തന്നെയാണ് ഹാഷ്മി. കാരണം വലിയ ഒരു
ഉറപ്പായും ഹാഷ്മി അങ്ങനെ തന്നെയാണ്. കാരണം ഹൈക്കമാൻഡിനെ കാണുമ്പോൾ രാഹുൽ ഗാന്ധിയുമായുള്ള കൂടിക്കാഴ്ച, അത് ഏതാണ്ട് വർഷങ്ങൾക്ക് ശേഷമാണ് അദ്ദേഹം ഡൽഹിയിലേക്ക് എത്തി വീണ്ടും രാഹുൽ ഗാന്ധിയുമായി കൂടിക്കാഴ്ച നടത്തുന്നത്. ആ കൂടിക്കാഴ്ചയിൽ അദ്ദേഹം നേരിടുന്ന പ്രശ്നങ്ങൾ, അദ്ദേഹം നേരിടുന്ന പ്രതിസന്ധി, അദ്ദേഹത്തിന്റെ അതൃപ്തി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ രാഹുൽ ഗാന്ധിയുമായി സംസാരിക്കുന്നു. അതിൽ ഒരു പ്രതീക്ഷയുണ്ടാകും, ആ പ്രശ്നങ്ങൾക്കൊരു പരിഹാരം ഉണ്ടാകുമെന്നൊരു പ്രതീക്ഷയോടുകൂടി തന്നെ ആയിരിക്കണം അദ്ദേഹം ആ കൂടിക്കാഴ്ച കണ്ടിട്ടുണ്ടാവുക. പക്ഷേ ആ കൂടിക്കാഴ്ചയ്ക്ക് പിന്നാലെയും തരൂരിനെ മുഖവിലക്കെടുക്കാനോ അല്ലെങ്കിൽ തരൂരിന്റെ പ്രശ്നങ്ങൾ കൃത്യമായി പരിഹരിക്കാനോ അദ്ദേഹത്തിന് ആ പ്രശ്നങ്ങൾ പരിഹരിച്ച് മുന്നോട്ട് കൊണ്ടുപോകാനോ ഹൈക്കമാൻഡിന് കഴിയുന്നില്ല എന്നതുകൂടിയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഹൈക്കമാൻഡിന്റെ തുടർ നടപടികളിലും തരൂർ അതൃപ്തൻ തന്നെയാണ്, തരൂരിന് കടുത്ത അതൃപ്തി തന്നെയാണ് ഉള്ളത്.